ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഫോട്ടോമേറ്റർ എഡിറ്റിംഗ് ടൂളിൽ എങ്ങനെ ലട്സ് ഇൻസ്റ്റാൾ ചെയ്യാമെന്നാണ് നോക്കുന്നത്. ഇത് നമുക്ക് ബേസിക്കലി രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കസ്റ്റം ആയിട്ട് ഒരു ലട്സ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിനെ നമുക്ക് റീയൂസ് ചെയ്യാം. രണ്ട്, നമുക്ക് ഓൺലൈനിൽ നിന്ന് ലട്സ് ഡൗൺലോഡ് ചെയ്തിട്ട് അത് ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. സോ നമുക്കത് ചെയ്യാനായിട്ട് ഞാൻ ആദ്യം ഫോട്ടോമേറ്റർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇതിലൊരു ഫോട്ടോ ഞാൻ ഓപ്പൺ ചെയ്തു. ഇനി ഫസ്റ്റ് നമുക്ക് എങ്ങനെ ഒരു കസ്റ്റം ലട്സ് ക്രിയേറ്റ് ചെയ്തിട്ട് അത് റീയൂസ് ചെയ്യാമെന്ന് നോക്കാം. സോ ഇത് ചെയ്യാനായിട്ട് ആദ്യം നമ്മുടെ ഫോട്ടോയിലേക്ക് വരിക. നമുക്ക് ഫോട്ടോയ്ക്ക് വേണ്ട എഫക്റ്റുകളും കാര്യങ്ങളും എല്ലാം നമുക്കിവിടെ റൈറ്റ് സൈഡിൽ നമ്മുടെ ഇൻസ്പെക്ടർ ഉണ്ട്, അതിൽ ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഈ ഫോട്ടോയ്ക്ക് ഒരു എഫക്ട്സ് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ കൊടുത്തിരിക്കുന്ന എഫക്റ്റ് വേറെ ഫോട്ടോയിലേക്ക് റീയൂസ് ചെയ്യാൻ വേണ്ടി നമുക്കിതിനെ ലെറ്റ്സ് ആയിട്ട് എക്സ്പോർട്ട് ചെയ്യാം. അതിനായിട്ട് ആദ്യം കളർ അഡ്ജസ്റ്റ്മെൻറ്റ്സ് എന്നുള്ള ടാബിലേക്ക് വരിക. ഇതിൻ്റെ ഏറ്റവും താഴത്തേക്കായി നമുക്ക് എക്സ്പോർട്ട് അഡ്ജസ്റ്റ്മെൻറ്റ് ആസ് ലെറ്റ്സ് എന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇവിടെ ഒരു നെയിം കൊടുക്കാൻ പറ്റും. സൺലൈറ്റ്, അങ്ങനെ എന്തെങ്കിലും ഒരു നെയിം കൊടുക്കുക. സോ ഒരു നെയിം കൊടുക്കാം. അതിനുശേഷം എക്സ്പോർട്ടിന് ക്ലിക്ക് ചെയ്യാം. സോ നമ്മുടെ ഈ ഒരു ലട്സ് ഇപ്പോൾ എക്സ്പോർട്ട് ആയിട്ടുണ്ട്. ഇനി ലട്സ് എങ്ങനെ നമുക്ക് ഇമ്പോർട്ട് ചെയ്യാൻ നോക്കാം. ഇമ്പോർട്ട് ചെയ്യാനായിട്ട് ആദ്യം ലട്സ് എന്ന് പറയുന്ന സെക്ഷനിലേക്ക് വരിക. ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ 3 ഡോട്ട്സ് ഉണ്ട്. അതിൽ ചൂസ് ലട്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ നമുക്ക് ഇപ്പോൾ കാണാം നമ്മൾ എക്സ്പോർട്ട് ചെയ്ത ലട്സ് ഇവിടെ അത് നമ്മൾ സെലക്ട് ചെയ്തു. നമുക്കിപ്പോൾ കാണാം ഇവിടെ ലട്സ് ഓൾറെഡി ആഡ് ആയിട്ടുണ്ട്. നമുക്കിനി ഇതിനെ ക്ലോസ് ചെയ്തിട്ട് വേറൊരു ഫോട്ടോയിലേക്ക് വരാം. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ എഡിറ്റ് ചെയ്യാത്തൊരു പിക്ചർ എടുക്കാം. ഇത് ഞാൻ എഡിറ്റ് ചെയ്യാത്തൊരു പിക്ചറാണ്. നമുക്ക് കാണാൻ പറ്റും ഇവിടെ ചേഞ്ചസ് ഇല്ല. ഇനി ഇവിടെ എഡിറ്ററിലേക്ക് പോയതിന് ശേഷം ഏറ്റവും താഴെ പോയി ലട്സ് എനേബിൾ ചെയ്യുക. ഡ്രോപ്പ് ഡൗണിൽ നമുക്ക് ലട്സ് കാണാൻ പറ്റും. ഇങ്ങനെ നമുക്ക് ലട്സ് സെലക്ട് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മുടെ സെയിം അവിടെ യൂസ് ചെയ്തിരിക്കുന്ന ആ സെയിം എഫക്റ്റ് നമുക്ക് എക്സ്പോർട്ട് ചെയ്തിട്ട് റീയൂസ് ചെയ്യാൻ പറ്റും. ഇനി നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലൈനിൽ നിന്ന് നമുക്ക് ഒരുപാട് ലട്സുകൾ ഡൗൺലോഡ് ചെയ്തിട്ട് അത് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. ഫോട്ടോമേറ്റർ ടൂളിന് റൈറ്റ് നൗ വളരെ കുറവ് ലട്സുകൾ മാത്രമേ ഓൺലൈനിലുള്ളൂ. അതും മോസ്റ്റ്ലി ഇൻ പിക്സൽമേറ്ററിൻ്റെ വെബ്സൈറ്റിൽ മാത്രമാണ് അവൈലബിൾ. ഞാനിവിടെ ഓൾറെഡി കുറേ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് പിക്സൽമേറ്റർ സൈറ്റിൽ നിന്ന് തന്നെ ഡൗൺലോഡ് ചെയ്തതാണ്. അത് ഇമ്പോർട്ട് ചെയ്യാനായി അതും സെയിം മെത്തേഡാണ്. വി ഹാവ് ടു ചൂസ് ദ ഡയറക്റ്റ് ഹിയർ. എന്നിട്ട് ഡൗൺലോഡ്സ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും ഞാൻ ഓൾറെഡി അത് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊരു സിപ്പ് ഫയൽ ആയതുകൊണ്ട് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ല. സിപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ കാണാൻ പറ്റും ഞാനത് അൺസിപ്പ് ചെയ്തു. ഇനി ഇത് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. വേണമെങ്കിൽ മൾട്ടി സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഓരോന്നായിട്ട് ഇൻഡിവിജ്വലി സെലക്ട് ചെയ്യാം. ഞാനത് സെലക്ട് ചെയ്ത് ചൂസ് കൊടുത്തു കഴിഞ്ഞാൽ ആ ലട്ട് ഇവിടെ ഇമ്പോർട്ട് ആയിട്ടുണ്ട്. നമുക്കിവിടെ കാണാൻ പറ്റും ഇവിടെ ആ എഫക്റ്റ് അപ്ലൈ ആയിട്ടുണ്ട്. നമുക്കത് ഇൻറ്റൻസിറ്റി വേണമെങ്കിൽ ബിലോ ഉള്ള ബാർ ഉപയോഗിച്ച് അതിന് ഇൻറ്റൻസിറ്റി വേണമെങ്കിൽ നമുക്കിവിടെ ഇൻക്രീസ് ചെയ്യാം റെഡ്യൂസ് ചെയ്യാൻ പറ്റും. സോ ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം.